ഇനി ലോകത്തെ ഇന്ത്യ നയിക്കും എന്നുള്ളത് എല്ലാവരും പറഞ്ഞു തുടങ്ങി. ആ പറഞ്ഞു തുടങ്ങുന്നതിന് ഒരു ഓതൻറ്റിസിറ്റി വരുന്നത് നമ്മുടെ പ്രധാനപ്പെട്ട നായകന്മാരിൽ ഒരാൾ അത് പറയുമ്പോഴാണ്. അത് പറയേണ്ടിടത്ത് പറയുമ്പോഴാണ്. ഈ എസ് ജയശങ്കർ എന്ന് പറയുന്നത് നമ്മുടെ വിദേശകാര്യമന്ത്രി, അദ്ദേഹത്തിൻ്റെ കാര്യം പറഞ്ഞാൽ ബഹുരസവുമാണ്, കേട്ടിരിക്കാൻ ബഹുരസമാണ്. പക്ഷേ കൊള്ളേണ്ടടുത്ത് കൊള്ളും, കുറിക്ക് കൊള്ളും എന്ന് പറയുന്നത് പോലെ ഇപ്പോൾ അദ്ദേഹം UN-ൽ പോയിരിക്കുന്ന പറഞ്ഞിട്ടുള്ള മറുപടി എന്ന് പറയുന്നത് ഇത്തരത്തിൽ തന്നെ വളരെയധികം വിശേഷങ്ങളുള്ള മറുപടിയാണ്. എല്ലാവർക്കും കൊള്ളേണ്ടടുത്ത് തന്നെ കൊണ്ടിട്ടുണ്ട്, കൃത്യമായ ആ മെസ്സേജ് പാസ് ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയാണ് മാഷെ അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ? അതെ, ജയശങ്കറിൻ്റെ ഒടുവിലത്തെ പ്രസംഗത്തെക്കുറിച്ച് ലോകമാധ്യമങ്ങൾ പൊതുവെ വളരെ ഏകകണ്ഠേന തന്നെ വിശേഷിപ്പിച്ചൊരു കാര്യം, അതൊരു ക്ലാസിക് ടെക്സ്റ്റായിരുന്നു. എന്തിൻ്റെ? ഡിപ്ലോമസിയുടെ ഒരു മാസ്റ്റർ ക്ലാസ് ആയിരുന്നു. ക്ലാസ്സാണ് അക്ഷരാർത്ഥത്തിൽ, ഒരു ടെക്സ്റ്റാണ്, ഒരു പാഠമാണ്. അതായത് എങ്ങനെയാണ് ഒരു ഡിപ്ലോമാറ്റ് ഒരു രാജ്യത്തിന് വേണ്ടി സംസാരിക്കേണ്ടത്, എങ്ങനെയാണ് ലോകവേദിയിൽ സംവദിക്കേണ്ടത്, എങ്ങനെയാണ് മീഡിയയോട് പറയുമ്പോൾ സൂക്ഷിക്കേണ്ട സൂക്ഷ്മത എന്തൊക്കെയാണ്, അതിനെ വളരെ സൂക്ഷ്മമായിട്ട് പഠിക്കാനുള്ള ഏറ്റവും നല്ല റോൾ മോഡലാണ് ജയശങ്കർ എന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിന് കാരണമായത് ഒടുവിൽ അദ്ദേഹം ഐക്യരാഷ്ട്രസഭയിൽ ചെയ്ത പ്രസംഗമാണ്. ആ പ്രസംഗത്തിൽ തീർച്ചയായിട്ടും ഇന്ത്യക്ക് പുതിയ കാലത്ത് ലോകത്തോട് പറയാനുള്ളത്, ഇന്ത്യ നടത്തിക്കൊണ്ടിരിക്കുന്ന സ്ട്രഗിള്, ഇന്ത്യ നടത്തിക്കൊണ്ടിരിക്കുന്ന മുന്നേറ്റം, ഇന്ത്യ നേടിയിരിക്കുന്ന നേട്ടങ്ങളൊക്കെ അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറഞ്ഞു. ആ കൂട്ടത്തിൽ സ്വാഭാവികമായിട്ടും നമ്മുടെ വ്യാപാര ബന്ധങ്ങൾ, അതിൽ റഷ്യയുടെ എണ്ണ, അമേരിക്കയുടെ താരിഫ്, ഈ ഇഷ്യൂസൊക്കെ തന്നെ സൂചിപ്പിച്ചു പോവുകയും ചെയ്തു. സ്വാഭാവികമായിട്ടും ഈ UN-ലെ പ്രസംഗത്തെക്കാളും പ്രധാനമാണ് ആ പ്രസംഗത്തിന് ശേഷമുള്ള മീഡിയയുടെ ഇൻട്രാക്ഷനിൽ ആദ്യത്തെ ചോദ്യം തന്നെ ഒരു പാശ്ചാത്യ മാധ്യമ പ്രവർത്തകൻ അദ്ദേഹത്തോട് ചോദിച്ചു, അപ്പോൾ അങ്ങ് തീർച്ചയായിട്ടും ഇനി ഇന്ത്യക്ക് ആരുടെയും നിർദ്ദേശങ്ങളൊന്നും ആവശ്യമില്ലെന്നാണോ, ഒന്നും ചെവിക്കൊള്ളാൻ പോകുന്നില്ല എന്നാണോ ഞങ്ങൾ മനസ്സിലാക്കേണ്ടത്? അപ്പോൾ ജയശങ്കറിൻ്റെ മറുപടി, തീർച്ചയായും ഞങ്ങൾ ചെവിക്കൊള്ളും, ഇന്ത്യയുടെ ഉപദേശങ്ങൾ ചെവിക്കൊള്ളും. എത്ര കൃത്യമാണ് ഉത്തരം എന്നറിയോ അദ്ദേഹം പറയുന്നത്? എന്നിട്ട് അദ്ദേഹം അത് വിശദീകരിച്ചു കേട്ടോ. ഇന്ത്യക്ക് വെളിച്ചം ഇന്ത്യയുടെ കൾച്ചറിലുണ്ട്, ഇന്ത്യക്ക് വഴികാട്ടാൻ ഇന്ത്യക്ക് ആവശ്യമുള്ള റിസോഴ്സ് ഞങ്ങളുടെ കയ്യിലുണ്ട്, ഞങ്ങൾ തന്നെ അത് ഉപയോഗിച്ചോളാമെന്നാണ്, ഞങ്ങളെ ഉപദേശിക്കാൻ ഇനി ആരും വേണ്ട എന്നദ്ദേഹം പറഞ്ഞു. അപ്പോൾ അതിനർത്ഥം, അപ്പോൾ അടുത്ത ചോദ്യം എന്താണെന്ന് വെച്ചാൽ, അങ്ങനെയാണെങ്കിൽ നിങ്ങളിപ്പോൾ പഴയ ജൂനിയർ പാർട്ണർഷിപ്പ് നിർത്തലാക്കിയോ? അപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു ഉത്തരം എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾ ഒരു കാലത്തും ജൂനിയർ പാർട്ണർ ആയിരുന്നില്ല. അദ്ദേഹം അത് പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്. ഐ റിപ്പീറ്റ്, ഞങ്ങൾ ഒരിക്കലും ജൂനിയർ പാർട്ണർ ആയിട്ടില്ല, ഞങ്ങൾ എന്നും ഗ്ലോബൽ പാർട്ണറാണ്. ലോകത്തിലെ ഏത് രാജ്യത്തോടും ഞങ്ങൾ ഈക്വൽ പാർട്ണർഷിപ്പിലാണ്. ഏത് രാജ്യം, ഏത് കൊച്ചു രാജ്യമാകട്ടെ, സമ്പന്ന രാജ്യമാകട്ടെ, വൻകിടയാകട്ടെ, ചെറുകിടയാകട്ടെ, വികസിതമാകട്ടെ, വികസ്വരമാകട്ടെ, ആര് വന്ന് ഞങ്ങളോട് സംസാരിച്ചാലും ഈക്വൽ പാർട്ണർഷിപ്പും സമാനുഭാവവും, ഞങ്ങൾ സഹാനുഭൂതി, ഇതുപോലെ ഒരു സമാന മനസ്കതയും പരസ്പര ബഹുമാനവും ഞങ്ങൾ കൊടുക്കും എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ, അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ അടുത്ത ചോദ്യം, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ലീഡർ വേണ്ട അല്ലേ, നിങ്ങളെ നയിക്കാൻ ആരും വേണ്ട അല്ലേ എന്നല്ലേ അതിൻ്റെ അർത്ഥം? നിങ്ങൾ നയിക്കാൻ ആരും വേണ്ടെങ്കിൽ അതിനർത്ഥം വേറൊരർത്ഥം കൂടി ഇല്ലേ സാർ, നിങ്ങൾ സ്വയം നയിക്കാൻ തീരുമാനിക്കും എന്നല്ലേ? അപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യം തീർച്ചയായിട്ടും അടുത്ത് ക്ലാസിക്കായിട്ടുള്ള ഗംഭീരമായ മറുപടിയാണ്, ഒരു പക്ഷേ വലിയ ഞെട്ടലുണ്ടാക്കിയ മറുപടിയാണ്. ഇന്ത്യ ഈസ് റെഡി ടു ലീഡ്, നോട്ട് ടു ഫോളോ. അതാണ് അടുത്ത ആൻസർ. ഇത്ര മനോഹരമാണ്. ഞങ്ങൾ ഇന്ത്യ, ഒരു സംശയവും വേണ്ട, നിങ്ങൾക്ക് ലീഡർഷിപ്പ് വേണോ, ലോകത്തിന് ലീഡർഷിപ്പ് വേണോ, വി ആർ റെഡി ടു ലീഡ്. ഇന്ത്യ ഈസ് റെഡി ടു ലീഡ്, നോട്ട് ടു ഫോളോ. ഞങ്ങൾ ആരെയെങ്കിലും അങ്ങനെ അന്ധമായി പിന്തുടർന്ന് ഏതെങ്കിലും കാൽപ്പാടുകൾ നോക്കി ഇങ്ങനെ നടക്കുമെന്ന് വിചാരിക്കേണ്ട, ഞങ്ങൾ ലീഡ് ചെയ്യും എന്ന് അദ്ദേഹം പറയുകയാണ്. പക്ഷേ അദ്ദേഹം പ്രതീക്ഷിക്കുന്നതിനേക്കാൾ നമ്മളൊക്കെ ആണെങ്കിൽ പതറിപ്പോകുമായിരുന്ന ഒരു ചോദ്യം, അടുത്ത ചോദ്യം വന്നു. അല്ല സാറേ, നിങ്ങൾക്ക് നയിക്കണമെങ്കിൽ അനുയായികൾ വേണമല്ലോ, അപ്പോൾ നിങ്ങളെ ഫോളോ ചെയ്യാൻ ആരാ ഉണ്ടാവുക എന്ന്. പക്ഷേ ആ പത്രപ്രവർത്തകൻ സ്റ്റണ്ടായി പോയി ഇദ്ദേഹത്തിൻ്റെ ആൻസർ കേട്ടപ്പോൾ. മറുപടി എന്താണെന്നറിയോ? മോനെ എന്നല്ല, മൈ ഡിയർ എന്നൊന്നാണ് വിളിച്ചത്. പ്രിയപ്പെട്ടവനെ, ലോകം ഇത്രമേൽ ചെറുതല്ല. അത്ര കറക്റ്റ് ആൻസർ അമേരിക്കക്കാരോടായി പറയണത്. ആലോചിച്ച് നോക്കൂ, യൂറോപ്യന്മാരും അമേരിക്കക്കാരും വിചാരിക്കുന്നത് ലോകം അവിടെയാണെന്നാണ്, ഇത്രയേ ഉള്ളൂ ലോകം എന്നാണ്. എന്നിട്ട് അദ്ദേഹം അത് വിശദീകരിച്ചു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, താങ്കൾക്കറിയാമല്ലോ, ആഫ്രിക്ക എന്നൊരു വലിയ വൻകരയുണ്ട്, അങ്ങയുടെ തൊട്ടടുത്ത് തെക്കോട്ട് നോക്കിയാൽ ലാറ്റിൻ അമേരിക്ക എന്ന് പറയുന്ന വലിയൊരു ലോകമുണ്ട്,
ഞങ്ങൾ തന്നെ പരിസരം നോക്കുമ്പോൾ സൗത്ത് ഏഷ്യ ഉണ്ട്, മിഡിൽ ഈസ്റ്റ് ഉണ്ട്. അവിടെയൊക്കെയുള്ള രാജ്യങ്ങൾക്ക് ഞങ്ങളെ വേണം. ഞങ്ങൾ അവരുടെ മേലൊന്നും അടിച്ചേൽപ്പിച്ചതല്ല, അവരുടെ ലീഡർഷിപ്പ് ഏറ്റെടുക്കാൻ ചെന്നിട്ടുമല്ല. പക്ഷെ ഞങ്ങളുടെ നയപരിപാടികളെ അവർ സ്വീകരിക്കുന്നുണ്ട്, ഞങ്ങളുടെ മാതൃക അവർ പിന്തുടരാൻ തയ്യാറാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഫോളോവേഴ്സ് ഉണ്ടാവുമോ എന്ന ചോദ്യത്തിന് ലോകം വിശാലമാണ് മോനെ എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുക. മനോഹരമായ പ്രസംഗം. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തെ ഒരു വലിയ ക്ലാസിക് എന്ന് പറയുന്നത് അങ്ങനെയാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്ന ആ പ്രസംഗം അവസാനിപ്പിക്കുമ്പോൾ അദ്ദേഹം ഒരുപാട് ചോദ്യങ്ങൾ പിന്നെ ചോദിക്കുന്നുണ്ട്. നിങ്ങളിപ്പോൾ വ്യാപാര ബന്ധങ്ങളിലൊന്നും പടിഞ്ഞാറിൻ്റെ നിർദ്ദേശങ്ങളൊന്നും നിങ്ങൾ സ്വീകരിക്കാൻ പോകുന്നില്ല അല്ലേ? അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ലോകത്തിലെ ഏറ്റവും വലിയ ജനതയാണ് പറയുന്നുണ്ട്. ഡെമോഗ്രാഫിക്കായിട്ട് നിങ്ങൾ ലോകത്തിലെ ഏറ്റവും വലിയ ആവശ്യക്കാരാണ്. ഇന്ധനം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള രാജ്യമാണല്ലോ നിങ്ങൾക്ക് എണ്ണ കിട്ടാൻ വ്യാപാര ബന്ധങ്ങൾ വേണമല്ലോ എന്ന് പറയുന്നുണ്ട്. നിങ്ങൾക്ക് എണ്ണ മുഴുവനും നിങ്ങൾ ഇറക്കുമതി ചെയ്യുകയല്ലേ? അപ്പോൾ അദ്ദേഹം കറക്റ്റ് ആൻസർ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ശരിയാണ്, ഞങ്ങൾ ആവശ്യക്കാരാണ്. ഞങ്ങൾ ലോകത്തിലെ ഏതാണ്ട് 6-1 മറ്റോ ജനതയുണ്ട് നമ്മൾ. അപ്പോൾ ആ ജനതയ്ക്ക് തീർച്ചയായിട്ടും ഊർജ്ജ ആവശ്യങ്ങളുണ്ട്. ഊർജ്ജ ആവശ്യങ്ങൾക്ക് ഞങ്ങൾ ഇറക്കുമതി ചെയ്യുന്നു. 80% എണ്ണയും ഇറക്കുമതി ചെയ്യുകയാണ്. അപ്പോൾ അതിന് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നൊരു കാര്യം, ഞങ്ങൾക്ക് നല്ല ബോധ്യമുള്ളൊരു കാര്യം, കാലാകാലവും ഇറക്കുമതി ചെയ്താൽ പോരാ. ഊർജ്ജത്തിൽ എന്തുമാത്രം സ്വയം ഉൽപ്പാദിപ്പിക്കാൻ പറ്റും, സ്വയം പര്യാപ്തത നേടാൻ പറ്റും എന്ന് ഞങ്ങൾ ആലോചിക്കുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ പോലും മറന്നുപോയൊരു കാര്യം, ഞങ്ങൾക്ക് വേണ്ടി എണ്ണ തരാനാളുണ്ടല്ലോ ലോകത്ത്, അവരുടെ പോലും നിക്ഷേപം അതിവേഗത്തിൽ തീരും. റിസോഴ്സ് തീരുമല്ലോ. ലോകത്തിലെ എണ്ണ കുഴിച്ചെടുത്ത് തീരുമെന്ന ബോധ്യം ഞങ്ങൾക്ക് നന്നായിട്ടുണ്ട്, നിങ്ങളെക്കാൾ കൂടുതലുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ പാരമ്പര്യേതരമായ ഊർജ്ജ സ്രോതസ്സുകളെ അന്വേഷിക്കുന്നുണ്ട്. കുഴിച്ചെടുത്താൽ തീരുന്ന എണ്ണയല്ല, വീണ്ടും നമുക്ക് ആവർത്തിച്ച് ഉൽപ്പാദിപ്പിക്കാവുന്ന ഊർജ്ജ സ്രോതസ്സുകളെക്കുറിച്ച് ഇന്ത്യ ഗൗരവത്തോടെ പഠിച്ചുകൊണ്ട് പ്രോജക്റ്റുകൾ ഉണ്ടാക്കി എൻ്റർപ്രണർഷിപ്പ് തുടങ്ങിയിട്ട് സ്റ്റാർട്ടപ്പ് അത്തരത്തിലുള്ള സംഗതികളുമായിട്ടും ഞങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. ഈ മേഖലയിലൊക്കെ ഞങ്ങൾക്ക് ഞങ്ങളുടേതായ പദ്ധതികളും പ്ലാനും ഉണ്ട്, ഞങ്ങൾ മുന്നോട്ട് തന്നെ പോകും എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ ഒടുവിൽ ആ പ്രസംഗം അത് പറഞ്ഞുകൊണ്ട് വളരെ കൃത്യമായ കാഴ്ചപ്പാടോടുകൂടി ആ പ്രസംഗം അവസാനിപ്പിക്കുമ്പോൾ അദ്ദേഹം പറയുന്ന ഒരൊറ്റ വാക്യമുണ്ട്. ആ വാക്യം കേട്ടപ്പോഴാണ് ആ ഹാള് മുഴുവൻ സൈലൻ്റ് ആയത് എന്ന് മാധ്യമങ്ങൾ പറയുന്നു. ആ വാക്യം ഇങ്ങനെയാണ്: നിങ്ങൾ ഇന്ത്യയെ നോക്കി നിങ്ങൾ ലീഡറാണോ എന്ന് ചോദിക്കുന്നുണ്ടല്ലോ. ലീഡർഷിപ്പ് ഈസ് ടു ബി അറ്റൈൻഡ്, നോട്ട് ടു ബി സജസ്റ്റഡ്. ആരെങ്കിലും വന്ന് ഞാൻ ലീഡറായിക്കൊള്ളാം, ഞാൻ നിങ്ങളുടെയൊക്കെ ലീഡറാണ്, നിങ്ങളെയൊക്കെ ഞങ്ങൾ നയിക്കും, നിയന്ത്രിക്കും, ഭരിക്കും എന്നൊക്കെ പറയുമ്പോഴല്ല ലീഡർഷിപ്പ് ഉണ്ടാവുക. ലീഡർഷിപ്പ് നമ്മുടെ വാക്കിലൂടെയും കർമ്മത്തിലൂടെയും അറ്റൈൻ ചെയ്യണം, നേടിയെടുക്കേണ്ടതാണ്. ലോകത്തിന് ബോധ്യപ്പെടണം, അല്ലെങ്കിൽ ഒരു രാജ്യത്തിന് ബോധ്യപ്പെടണം, ഇന്നയാൾ എന്നെ നയിക്കും, ഇന്ന പാർട്ടി എന്നെ നയിക്കും എന്നതുപോലെ തന്നെയാണ് ലോകത്തിനും. അതുകൊണ്ട് എ ലീഡർഷിപ്പ് ഈസ് ടു ബി അറ്റൈൻഡ്, നോട്ട് ടു ബി സജസ്റ്റഡ് എന്ന് പറഞ്ഞപ്പോഴാണ് അത്ര സൈലൻ്റ് ആയത്. അത് കഴിഞ്ഞ് ആ ഓഡിയൻസ് മുഴുവനും എഴുന്നേറ്റ് നിന്ന് സ്റ്റാൻഡിങ് അപ്ലോസ് കൊടുത്തു എന്നാണ് പറയുന്നത്. ആ കയ്യടി ജയശങ്കർ എന്ന മന്ത്രിക്കോ ഒരു നേതാവിനോ വ്യക്തിക്കോ അല്ല, അത് ഇന്ത്യക്ക് മൊത്തം ഉള്ളതാണ്. ഇന്ത്യക്കാർ മൊത്തം പൂർണ്ണ മനസ്സോടെ തീർച്ചയായിട്ടും ജയശങ്കറിനും കയ്യടി കൊടുക്കേണ്ട ഒരു സന്ദർഭമാണ് ഇപ്പോൾ ഉള്ളത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.